എന്നുള്ളതാണ് CPM-ന്റെ ഭാഷ്യം. ഈ 4 പേർ ചെയ്തതിന് SFIയെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിലുള്ള 18 പ്രതികളും 18 പ്രതികളല്ല 30ഓ 35ഓ പ്രതികളുണ്ട് എന്നാണ് അതിലെ ചില ആളുകൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. 30ഓ 35ഓ വരുന്ന SFIയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ അല്ലെങ്കിൽ SFIയുടെ അംഗത്വമുള്ളവർ അവരാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ളത്. എല്ലാവരും ആ ക്യാമ്പസിനകത്ത് SFI അംഗമല്ലാത്ത ഒരാൾ പോലും ഇല്ല. എല്ലാവരും SFIയുടെ അംഗങ്ങളാണ്. 135ഓളം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടാണ് പാവം സിദ്ധാർത്ഥിനെ 4 ദിവസത്തോളം തുടർച്ചയായി ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. ആ ശരീരത്തിൽ മർദ്ദനമേക്കാത്ത ഒരു പാട് പോലുമില്ല. പക്ഷേ എന്നിട്ട് പോലും ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമല്ലേ നടത്തിയത്? SFIയുടെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കേസ് അട്ടിമറിക്കാൻ നോക്കി. പോലീസ് ആദ്യഘട്ടത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ബോഡി ഇത് സ്വാഭാവിക മരണമാണ് എന്നാണ് പറഞ്ഞത്. ഇത് സ്വാഭാവികമായിട്ടുള്ള ആത്മഹത്യയാണ്, അങ്ങനെയുള്ള കേസെടുത്തത്. അവിടുത്തെ ഡീനിന് സംശയം ഉണ്ടായില്ല, അവിടുത്തെ അധ്യാപകന്മാർക്ക് പ്രശ്നമില്ല, അവിടെ പഠിച്ച SFI മറ്റു ആൾക്കാർക്ക് ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അവിടുത്തെ ചില വിദ്യാർത്ഥികൾ, അതും ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ചില വിദ്യാർത്ഥികൾ, അവർ UGCക്ക് പരാതി കൊടുക്കുന്നു. UGC ഇതുമായി ബന്ധപ്പെട്ട റാഗിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം വരുന്നു. അപ്പോഴാണ് ഇത് പുറം ലോകം അറിയുന്നത്. അപ്പോൾ അവിടുത്തെ SFIയുടെ നേതൃത്വവും അതുപോലെ ഇടതുപക്ഷ അധ്യാപകന്മാരും ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തി. അപ്പോൾ ഇത് വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം ആൾക്കൂട്ടം വിചാരണ ചെയ്ത് ഒരു വിദ്യാർത്ഥിയെ പച്ചവെള്ളം പോലും കൊടുക്കാതെ ആ അച്ഛനും അമ്മയും കേരളത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ മകന് ഒരു അര ഗ്ലാസ് വെള്ളം കൊടുക്കാമായിരുന്നില്ലെന്ന് കൊല്ലുന്നതിന് മുമ്പ്. അവൻ്റെത് ആത്മഹത്യയല്ല, സിദ്ധാർത്ഥിൻ്റെത് ആത്മഹത്യയല്ല, സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഈ അന്വേഷണം കേരള പോലീസിനെ കൊണ്ട് സാധ്യമല്ല. കാരണം ഇത്രയും ദിവസമായിട്ട് 10 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 10 പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനിയിപ്പോൾ 8 പേരുണ്ട്, പ്രധാനപ്പെട്ട SFIയുടെ നേതാക്കന്മാർ 8 പേര് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പോലീസിനെ കൊണ്ട് അന്വേഷണം സാധ്യമല്ല. അപ്പോൾ യുവമോർച്ചയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ അന്വേഷണത്തിൽ പ്രാരംഭഘട്ടത്തിൽ ഇത് സ്വാഭാവിക മരണം എന്ന് പറഞ്ഞ ആ പോലീസിൻ്റെ തെമ്മാടികൾ, അവരെ തെമ്മാടികൾ തന്നെ വിശേഷിപ്പിക്കണം. കാരണം അത്തരത്തിൽ ഒരു ബോഡി, ആ ബോഡിയിൽ ഇത്രയും വലിയ പരിക്കുകൾ കണ്ടിട്ട് അത് സ്വാഭാവിക മരണം എന്ന് പറഞ്ഞ അവന്മാർ, അപ്പോൾ കേരളത്തിൻ്റെ പോലീസ് സേനയിൽ തുടരാനുള്ള യോഗ്യതയില്ല അവന്മാർക്ക്. അവന്മാർ അന്വേഷണ വിധേയമായിട്ട് മാറ്റി നിർത്തണം. എന്നിട്ടോ ഈ സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണം. കേരളത്തിൻ്റെ പോലീസ്, പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് എവിടെയും എത്തില്ല. SFIയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും കേരളത്തിൻ്റെ പോലീസ് എവിടെയും എത്തിക്കില്ല. ആർഷോനെ വിളിച്ചത് പൊന്നുമോനെ കയറി വാ എന്നാണ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർഷോനെ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആർഷോ ബുധനാഴ്ച എത്തി അവിടെ ഒരു അടിയന്തര യോഗം കോളേജിനുള്ളിലേക്ക് ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലും അതിനുള്ളിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ സംഘടനാ പ്രവർത്തനം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇതിൽ കൃത്യമായി SFIയുടെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ വിചാരണ നടന്നിരിക്കുന്നത്. അവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്നു എന്ന് മാത്രമല്ല, ഇന്നലെ ഈ സംഭവമൊക്കെ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ഇന്നലെ അവിടെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. എന്തുകൊണ്ടാണ് ആ ക്യാമ്പസിനകത്തെ CCTV പരിശോധിക്കാത്തത്? കേരളത്തിൻ്റെ പോലീസിന് ഇത്രയും ഗുരുതരമായിട്ടുള്ള കൃത്യമായ തെളിവുകൾ കിട്ടുമായിരുന്നല്ലോ CCTV പരിശോധിച്ചാൽ. അവിടെ പലതും CCTVയുള്ള സ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് CCTV പരിശോധിക്കാത്തത്? അവിടെ SFIയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ SFIയുടെ നേതാക്കന്മാരാണ് മയക്കുമരുന്ന് വ്യാപാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗഗാറിൻ, ആ ഗഗാറിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ, ഗഗാറിനാണ് ഇവർക്ക് മുഴുവൻ താങ്ങും തണലും ധൈര്യവും കൊടുക്കുന്നത്. ഈ വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള പല അസ്വാഭാവിക മരണങ്ങൾക്ക് പിന്നിലും ഗഗാറിൻ്റെ കൈകളുണ്ട് എന്ന് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഗഗാറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ചില ആളുകൾ, ഒരു സ്ത്രീ അസ്വാഭാവികമായിട്ട് മരിക്കുന്നു. എന്നാ തൂങ്ങി മരിക്കുക എന്ന് പറയുന്നത് ഒരു ജനാലയിൽ തൂങ്ങി മരിക്കുകയാണ്. ജനാലയിൽ ഒരു മനുഷ്യൻ തൂങ്ങി മരിക്കാൻ സാധിക്കുമോ? ജനാലയിലാണ് ആ സ്ത്രീ തൂങ്ങി മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗഗാറിൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിക്ക് ഈ കേസുമായി ബന്ധമുണ്ട്. ഈ കേസ് തേച്ചു മാച്ച് കളയാൻ വേണ്ടി ഗഗാറിനും അതുപോലെ തന്നെ ഡീനും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ട ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. യുവമോർച്ചയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് ആ ഡീനിനെയും രജിസ്ട്രാറെയും ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ട ഇതിൽ കൃത്യമായി ഇടപെട്ടിട്ടുള്ള അധ്യാപകന്മാരെയും കൃത്യമായി പുറത്തു നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗഗാറിനെയും ഡീനിനെയും പ്രതി ചേർക്കണം. ഇവർക്കറിയാം ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നത്, ബാക്കി പ്രതികളെ സംരക്ഷിക്കുന്നത് ഗഗാറിനാണ്. ഗഗാറിന്റെ സംരക്ഷണയിലാണ് ഈ പ്രതികളുള്ളത്. CPMന്റെ സംരക്ഷണയിലാണ്. ഗഗാറിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിന്റെ പോലീസ് തയ്യാറായാൽ ഈ പറയുന്ന ബാക്കി 8 പ്രതികൾ അവരെ പുഷ്പം പോലെ കേരള പോലീസിന് കണ്ടെത്താൻ സാധിക്കും. ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. ഈ കേസിൽ മുഴുവൻ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നവരെ, സമഗ്രമായ അന്വേഷണത്തിൽ തയ്യാറാകുന്നതുവരെ ശക്തമായ പ്രതിഷേധത്തിന് യുവമോർച്ചയും BJPയും ഉണ്ടാകും.
എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് യുവമോർച്ച ഉന്നയിക്കുന്നത്. സെക്രട്ടറി ഗഗാറിന് ഈ വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ട്. മാത്രമല്ല ഡീൻ, ഒപ്പം തന്നെ ഇടതുപക്ഷ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർക്കും ഈ വിഷയത്തിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൃത്യമായ പങ്കുണ്ട്, ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഒപ്പം തന്നെ കുറ്റവാളികളെ ഒളിപ്പിക്കുന്ന കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രഫുൽ കൃഷ്ണ ജനം ടിവിയോട് വ്യക്തമാക്കിയത്. ശ്രീജിത്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.